അതേസമയം മഹല്ലുകളെ സംഘടനാവൽക്കരിച്ചുകൊണ്ട് സമസ്തയുടേതാക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. മഹല്ലു സമിതികളെ അപ്രസക്തമാക്കരുത്, അതിനെ നോക്കുകുത്തികളാക്കരുത്. ഇരിക്കട്ടെ, മഹല്ല് ഭരണസമിതി മാത്രമല്ല, ജീവനക്കാരും സമസ്തക്കാരാവണം. സമസ്തക്കാരായാൽ പോരാ, സമസ്തയുടെ ആശയമനുസരിച്ച് വിശ്വസിച്ചാൽ പോരാ. പച്ചപ്പാവങ്ങളായി പണ്ടുകാലത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിച്ചു വരുന്ന ഏതെങ്കിലും സാധുക്കള് ഓല വല്ല പ്രസിദ്ധീകരണത്തിനോ ആളെ ചേർത്തൊടുത്തിട്ടില്ലെങ്കിലോ വരിക്കാരെ ചേർത്തൊടുത്തിട്ടില്ലെങ്കിലോ അയാൾക്ക് മദ്രസ പഠിപ്പിക്കാൻ അധികാരമില്ല. അയാൾ മദ്രസ പഠിപ്പിക്കാൻ പറ്റൂല. അയാൾക്ക് മദ്രസ പഠിപ്പിച്ചത് എത്ര കൊല്ലാണ് എന്നുള്ളതിന് ഇത്ര കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നു എന്നതിനുള്ള സർവീസ് രജിസ്റ്റർ ഉണ്ട്. MSR ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച MSR മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്താ അതിൻ്റെ അർത്ഥം? സഹോദരന്മാരൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. തിരിയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആലോചിച്ചൂടെ? മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മുഅല്ലിമിന് എത്ര സർവീസ് ഉണ്ട് മുഅല്ലിമായിട്ട് എന്ന് രജിസ്റ്റർ ചെയ്യുന്നതല്ലേ? ഇത് രേഖപ്പെടുത്തുന്ന രേഖയല്ലേ? ഈ മുഅല്ലിമിന് എത്ര കൊല്ലത്തെ മദ്രസയിലെ സർവീസ് ഉണ്ട് എന്ന് ആ മദ്രസയിലെ കാര്യം പറയേണ്ടത് ആ മദ്രസയിലെ ഭരണസമിതിയല്ലേ? ആ ഭരണസമിതിയല്ലേ അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? ഭരണസമിതിയല്ലേ ഞങ്ങളെ മദ്രസയിൽ ഈ മുഅല്ലിമി ഇത്ര കൊല്ലം ഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? പറയേണ്ടത് അവരല്ലേ? അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? MSRൽ ഒപ്പിടേണ്ടത് SKSSF-കാരൻ. രണ്ട് കൂട്ടർ മറ്റേ കൂട്ടരുത്തി നമുക്ക് അറിഞ്ഞൂടാ. അവിടെ നാട്ടിലൊക്കെ നടക്കുന്നത് 9000 മദ്രസ 10000 മദ്രസ ആണ് നടക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയാന്നുള്ളൂ. ഞങ്ങൾക്കിത് രണ്ടു കൂട്ടരും കണക്കാണ്. ആ രണ്ടു കൂട്ടരെ പറയേണ്ടടുത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. ഇവിടെ ഇപ്പോൾ അത് പറയുന്ന സമയമല്ല. അതുകൊണ്ട് രണ്ട് കൂട്ടർ എന്നത് വിടി. നാട്ടിൽ നടക്കുന്ന ഫസാദ് സംബന്ധിച്ച് വിഷയം സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. ഈ ചർച്ച പ്രകാരം MSR ഒരു മുഅല്ലിമിന് അയാൾ ഇത്ര കൊല്ലം ഈ മദ്രസയിൽ സർവീസ് ചെയ്തു എന്ന് ആ മദ്രസയിലെ മാനേജ്മെന്റ് എഴുതുന്നതിനു പകരം MSR ലഭിക്കുന്നതിന് ആരുടെ ഒപ്പ് വേണം, ആരുടെ അംഗീകാരം വേണം? ഈ മദ്രസ മുഅല്ലിമ് പഠിപ്പിച്ച് ഈ മദ്രസ മുഅല്ലിമ് ഷെഡ് ഇട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളെ SKSSF-കാരായി വരുമ്പോൾ അവരുടെ ഒപ്പ് വേണം. അതതിന് മാത്രം ഈ മദ്രസയിലെ മുഅല്ലിമീങ്ങളിൽ നിന്ന് വാങ്ങും. ഓരോ കൊല്ലത്തിലും ഒരു പ്രവൃത്തി ദിവസത്തിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വേതനത്തിന്റെ ഒരു പങ്ക് അത് വാങ്ങുമ്പോൾ ഏത് ഗ്രൂപ്പുകാരൻ്റെതും വാങ്ങാം. AP-കാരൻ്റെവും വാങ്ങാം, സംസ്ഥാനക്കാരൻ്റെവും വാങ്ങാം, തെബിലീഗാരൻ്റെവും വാങ്ങാം, തുരീഖത്താൻ്റെവും വാങ്ങാം, വഹാബിയാൻ്റെക്ക് അവൻ വാങ്ങാം, ഏത് കൂട്ടത്തിലുണ്ടെങ്കിലും വാങ്ങാം, മദ്രസ മുഅല്ലിമിൻ്റെ ഒക്കെ വാങ്ങാം. പക്ഷേ വാങ്ങിച്ച പൈസ ക്ഷേമനിധിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരടക്കേണ്ടയിടത്തും ബാങ്കിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് കിട്ടിയിട്ടൊന്നായിട്ടായതിൻ്റെ ശേഷം അത് ആർക്കുള്ളതാ? മുഅല്ലിം ക്ഷേമനിധി പേരതാ. ഇത് മാത്രമല്ല വരുമാനം. കുട്ടികളിൽ നിന്ന് സ്റ്റാമ്പ് കൊടുത്തിട്ട് എത്ര റുപ്യാണ് ഓരോ കൊല്ലവും ഇതിനു വേണ്ടി ആക്കുന്നത്? അത് AP-കാരൻ്റെ കുട്ടികളിൽ നിന്നും പറ്റും, എല്ലാവരുടെ കുട്ടികളിൽ നിന്നും പറ്റും, ഏത് കുട്ടികളിൽ നിന്നും പറ്റും. അവരൊക്കെ പൈസ പറ്റും മുഅല്ലിം ക്ഷേമനിധിക്ക് വാങ്ങാൻ. വാങ്ങി സ്വരൂപിക്കാൻ ഏത് കൂട്ടരുടെയും പൈസ പറ്റും. ഇതെല്ലാം വാങ്ങി വെക്കാൻ അതിന് സമസ്തക്ക് വേറെ ഒന്നും വേണ്ട. അതേസമയം അത് തിരിച്ചിട്ട് മുഅല്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടവർക്ക് വീട് വെക്കാൻ കൊടുക്കാൻ, അവരുടെ മക്കളെ കെട്ടിക്കാൻ കൊടുക്കാൻ, ബാപ്പാന്റെ ചികിത്സക്ക് കൊടുക്കാൻ, ഉമ്മാന്റെ ചികിത്സക്ക് കൊടുക്കാൻ, പൊക്കിക്കുറച്ച് ഈ മുഅല്ലിമ തന്നെ ചികിത്സക്ക് വിധേയനാവുമ്പോൾ കൊടുക്കാൻ, ഹാർട്ടിന് പ്രശ്നമുണ്ടായിട്ട് പെട്ടെന്ന് രോഗം വരുമ്പോൾ ചികിത്സക്ക് കൊടുക്കാൻ എഴുതി കൊടുത്താൽ കിട്ടണമെങ്കിൽ SKSS-കാരുടെ ഒപ്പ് വേണം. ഇയാൾ ഞങ്ങൾക്കും വേണ്ടി വരി ചേർക്കുന്ന ആളാണ്, ഞങ്ങളൊപ്പം നടക്കുന്ന ആളാണ് പ്രവർത്തിക്കാൻ. SKSSF പറഞ്ഞാൽ ഏതാ? സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. സ്റ്റുഡൻസ് വിദ്യാർത്ഥികളുടെ സംഘടനയാ കൂട്ടരെ. വിദ്യാർത്ഥികളുടെ സംഘടനയിൽപ്പെട്ട് വിദ്യാർത്ഥിയുടെ ഒപ്പ് വേണം. അയാളെ ബാപ്പാനും പഠിപ്പിച്ച മുഅല്ലിമിന് ക്ഷേമനിധി എന്ന് വല്ലതും കിട്ടണമെങ്കിൽ ഈ കുട്ടിന്റെ ബാപ്പാനും പഠിപ്പിച്ച അധ്യാപകനായിരിക്കും മുഅല്ലിം. ഈ മുഅല്ലിമിന് ക്ഷേമനിധിന്ന് പൈസ കൊടുത്തത് കിട്ടണമെങ്കിൽ അയാളെ ഒരു ദിവസത്തെ വേതനം കൊല്ലം വാങ്ങിക്കുന്നുണ്ട്. ഇതില്ലേ എന്ന് ചോദിക്കുക അധ്യാപകരോട്.